ഹായ് ഓൾ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ആനുവൽ എക്സാമിന് ബാക്കിയുള്ളൂ. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇംഗ്ലീഷിന് തയ്യാറെടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫുൾ മാർക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു A+ എന്നുള്ള മാർക്കിലേക്ക് എത്തില്ല. കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഏതാനും കുറഞ്ഞ ചാപ്റ്റേഴ്സ് മാത്രമല്ല നമ്മുടെ ഈ ഒരു ആനുവൽ എക്സാമിലുള്ളത്. അതായത് 5ാമത്തെ യൂണിറ്റിൽ നിന്ന് മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യൻ വരിക. 1ാമത്തെ യൂണിറ്റ് മുതൽ 5ാമത്തെ യൂണിറ്റ് വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യം, നിങ്ങൾ ടെക്സ്റ്റിലുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഒരു തവണയെങ്കിലും ലൈൻ വൈസ് നിങ്ങൾ വായിച്ചു നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് മൈൻഡിലേക്ക് സംഭവം കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നുള്ള മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സാമിന് മാർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിസ്കോഴ്സസ് ആണ്. അപ്പോൾ ഇത്രയും ഡിസ്കോഴ്സസ് ആണ് ഇത്തവണത്തെ ആനുവൽ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡിസ്കോഴ്സിന്റെ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഉറപ്പായിട്ടും നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് ജസ്റ്റ് ടിക്ക് ഇട്ടുകൊണ്ട്, ഓരോന്നും ചെക്ക് ലിസ്റ്റ് ടിക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ എന്താക്കുക, അത് അത്രയും പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ സെറ്റ് ആവുന്നത് വരെ അത് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ഡിസ്കോഴ്സ് എടുക്കുക. ആ ഡിസ്കോഴ്സ് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എത്തുന്നത് വരെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ലെവലായതിനു ശേഷം അത് ടിക്കറ്റ് അടുത്ത ഡിസ്കോഴ്സ് പോകുക. അങ്ങനെ ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പലർക്കും എക്സാമിന് ഫുൾ മാർക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ A+ നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഗ്രാമർ എന്നുള്ളത്. അപ്പോൾ ഗ്രാമറിൽ നിന്ന് ഇത്രയും പാർട്സ് ആണ് നമ്മൾക്ക് എല്ലാ വർഷവും ചോദിക്കാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇതിൽ കംപ്ലീറ്റ് ചോദിക്കും എന്നില്ല, ഏതെങ്കിലും കുറച്ച് ഗ്രാമേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ഗ്രാമേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക, എന്നിട്ട് ഓരോന്നും ചെക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഇട്ടുകൊണ്ട് ടിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കണം, അത്രയും പെർഫെക്റ്റ് ആക്കി വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഡിസ്കോഴ്സ് സെറ്റ് ചെയ്തു. ആദ്യം നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു, പിന്നെ ഡിസ്കോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഗ്രാമർ സെറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആനുവൽ എക്സാമിന് പേടിയില്ലാതെ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നേരിടാൻ കഴിയുന്നതായിരിക്കും. ആക്ച്വലി ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷനുമായിട്ടാണ് സൈലം നിങ്ങൾക്ക് ഓൾറെഡി മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആനുവൽ എക്സാമിന് നിങ്ങൾ ഏത് രീതിയിലാണോ എക്സാം എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് എൻഡ് ഗെയിം ബാച്ചിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റി നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മുടെ ബാച്ച്, ഇതാണ് നമ്മുടെ ബാച്ചിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന് ഈ ഒരു പ്രൈസിലാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഫുൾ മാർക്കിലേക്ക് നിങ്ങളെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, നമുക്ക് അടിപൊളിയാക്കാം, സെറ്റാക്കാം. ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത്. എല്ലാവരും അടിച്ചു കയറുക.